ഓടിയെത്താൻ ആളില്ലാത്ത സ്ഥിതിയിലേക്ക് നമ്മുടെ കേരളത്തെ എത്തിക്കാതെ ടാക്സ് കൊടുക്കേണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ റോഡിൻ്റെ ശോചനീയാവസ്ഥ നമുക്കറിയാവുന്ന കാര്യങ്ങളല്ല. എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാകുമ്പോഴല്ലാതെ ഭരണകൂടം ഇപ്പോഴുള്ളതായാലും നേരത്തുള്ളതായാലും ഭരണകൂടം ഇടപെടുന്നത് കണ്ടിട്ടുണ്ടോ? ഒരു നിവൃത്തിയില്ലാതെ മരിച്ചു കഴിഞ്ഞാൽ അവിടെ സഹായിക്കാനായിട്ട് ഒരുപാട് സംഘടനകൾ വരും. വെറുതെ പറമ്പിൽ ഷീറ്റ് വലിച്ചേട്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. ജനങ്ങളല്ല, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളാണ് അത് എത്തിക്കേണ്ടവരിടത്ത് എത്തിക്കേണ്ടത്. പൗരനെന്നുള്ള നിലയിൽ ഈ ഭരണത്തിലൂടെ ഉണ്ടായ നേട്ടങ്ങളും കോട്ടങ്ങളും എന്താണ് ചേട്ടൻ? ഭരണ നേട്ടവും കോട്ടവും നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. ടാക്സ് കൊടുക്കേണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ റോഡിൻ്റെ ശോചനീയാവസ്ഥ നമുക്കറിയാവുന്ന കാര്യങ്ങളല്ല. ഒപ്പം എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാകുമ്പോഴല്ലാതെ ഭരണകൂടം ഇപ്പോഴുള്ളതായാലും നേരത്തുള്ളതായാലും ഭരണകൂടം ഇടപെടുന്നത് കണ്ടിട്ടുണ്ടോ? ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു മനുഷ്യൻ അഴുക്കുചാലിൽ വീണ് മരിച്ചു. എത്ര കോടി രൂപ ചിലവായി? അതിൻ്റെ ഒരു നിസ്സാര പൈസ ഉണ്ടായിരുന്നെങ്കിൽ അത് നേരത്തെ ക്ലിയർ ചെയ്യാൻ പറ്റുമായിരുന്നില്ല. അത് എന്ത് തോന്നുന്നു, വീഴ്ചയാണോ അല്ലെങ്കിൽ നേട്ടമാണോ? അത് ഭരണവീഴ്ച തന്നെയാണ്. അത് ചേട്ടനൊക്കെ പറഞ്ഞു വരുന്നത്, ഒരു പ്രശ്നം വരുന്നതിന് മുമ്പ് ആ പ്രശ്നത്തിനുള്ള പരിഹാരം കണ്ടെത്തിയിരുന്നെങ്കിൽ ആ പ്രശ്നം നമുക്ക് ഒഴിവാക്കാമായിരുന്നു. ഒഴിവാക്കാമായിരുന്നു. പക്ഷേ ഈ വയനാട് ദുരന്തത്തിനൊപ്പം അത് തന്നെയല്ലേ സംഭവിച്ചത്? തീർച്ചയായിട്ടും അത് തന്നെയാണല്ലോ. അതിൻ്റെ അകത്ത് നിന്ന് എനിക്കൊരു കാര്യം പറയാനുള്ളത്, വ്യക്തിപരമായിട്ട് എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അതിനോട് വളരെ നമ്മുടെ കേരള ജനത മുഴുവൻ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഒരു ഗ്രാമം മുഴുവൻ ഒലിച്ചു പോയി എന്ന് പറഞ്ഞു. പക്ഷേ അവരുടെ പുനരധിവാസത്തിനായിട്ട് ഒരുപാട് പാക്കേജുകൾ വന്ന് ഒരുപാട് പണം ഒഴുകിയെത്തിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു രീതിയിൽ തന്നെ അവർക്കത് ചെയ്തു തീർക്കാൻ സാധിക്കുമെന്നുള്ളത് തന്നെ വിശ്വാസം. അങ്ങനെ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പക്ഷേ എൻ്റെ ഒരു അയൽക്കാരൻ അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു അടുത്തുള്ള ഒരാൾക്ക് ഒരു വീടില്ല, ഒരു കയറി കിടക്കാൻ സ്ഥലം പോലും ഇല്ലാത്തൊരു മനുഷ്യൻ്റെ കാര്യം നമ്മൾ ഗവൺമെൻറ്റിനോടോ അല്ലെങ്കിൽ സഹപ്രവർത്തകരോടോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനകളോടോ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് സഹായിച്ച് ചെയ്തു തരുന്നതായിട്ട് അറിയാമോ? ഉണ്ടാകും. ഒന്നും ഒറ്റയുമായി നടക്കുന്നവരുമാണ്. പക്ഷെ നമ്മുടെ പരിസരത്തുള്ള എന്തോരം ജനങ്ങൾ ആ രീതിയിൽ ജീവിക്കുന്നുണ്ടെന്ന് അറിയാമോ? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ സഹായിക്കാനായിട്ട് ഇവിടെ ആരുമില്ല. പക്ഷെ ഇവിടെ പോയി സഹായിക്കുമ്പോൾ ഇത് പറയുന്നത് ശരിയാണോ തെറ്റാണെന്ന് എനിക്കറിയില്ല കേട്ടോ. അവിടെ പോയി സഹായിക്കുമ്പോൾ അവിടെ പബ്ലിസിറ്റി ലഭിക്കുന്നു. അതൊരു വലിയൊരു ഇതാണ്. പക്ഷേ ഇല്ലില്ല, അതല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ നമ്മൾ വ്യാഖ്യാനിക്കാൻ പാടില്ല. പബ്ലിസിറ്റിക്ക് വേണ്ടി ചെന്നവരല്ല. പക്ഷെ ആ ഒരു കാര്യം പറയുമ്പോൾ, ഇങ്ങനൊരു കാര്യം പറയുമ്പോൾ എല്ലാവരും ഓടിയെത്തുന്നുണ്ടെങ്കിൽ മലയാള മനസ്സെന്ന് പറയുന്ന സഹായിക്കാൻ തയ്യാറായി നിൽക്കുന്ന മനസ്സാണ്, ഇല്ലേ? ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടായിരിക്കുമല്ലോ നമ്മൾ അവരെ സഹായിക്കണമെന്ന്, ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടായിരിക്കുമല്ലോ ഇത് ചെയ്യുന്നത്, ഇല്ലേ? പറയേണ്ട ആവശ്യമില്ല. മുല്ലപ്പെരിയാർ ഈ ഇവിടുത്തെ വയനാടത്തെ പ്രശ്നം നമ്മൾ ഓൾറെഡി കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അതിന് മനംനൊന്ത് പല ആളുകളോട് സഹായഹസ്തങ്ങളായിട്ട് ചെല്ലുന്നത്. അപ്പൊ അതാണ് ഞാൻ ചോദിക്കുന്നത്, ചേട്ടൻ ഉദ്ദേശിച്ചത് അവിടെ സഹായഹസ്തങ്ങളായിട്ട് ചെല്ലുമ്പോഴേക്കും അവിടെ നമുക്കൊരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ്. അവിടെ മോഹൻലാലിനെ എതിരായിട്ട് ഇപ്പൊ ചെലുത്താൻ എന്ന് പറയുന്ന ഒരാള് രംഗത്ത് വന്നിട്ട് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തു. പല ആളുകളും സോഷ്യൽ മീഡിയയിലും ഓരോ ആളുകൾ ചെന്ന് അവിടെ സഹായങ്ങൾ ചെയ്യുമ്പോഴേക്കും നമ്മളൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് അവിടെ ചെയ്യുന്നു എന്നുള്ള ഒരു തോന്നലുണ്ടോ ചേട്ടന്? ഇല്ലില്ല, ഒരിക്കലും ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോഹൻലാലിനെ പോലുള്ള ഒരാളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നമ്മൾ അഭിനന്ദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അദ്ദേഹം അവിടെ അദ്ദേഹത്തിന്റെ സമയം, അതായത് പബ്ലിസിറ്റി എന്ന് പറയുന്നത് എനിക്ക് പേര് കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് സഹായിക്കുന്ന കുറെ ആളുകളുണ്ട്. ആ സമയം അതിപ്പോ ഞാൻ എങ്ങനെ പറയാനാ? ഒരാളെ അല്ല പറയുന്നത്. ഞാൻ പറയുന്നതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാപത്ത് വരുമ്പോൾ അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു വീടോ അല്ലെങ്കിൽ ഒരു സ്ഥലമോ ഇല്ലാത്ത ഒരാൾക്ക് സഹായിക്കാനായിട്ട് തയ്യാറാകാത്ത ഇരിക്കുന്നിടത്ത് അദ്ദേഹം ഒരു നിവൃത്തിയില്ലാതെ മരിച്ചു കഴിഞ്ഞാൽ
അവിടെ സഹായിക്കാനായിട്ട് ഒരുപാട് സംഘടനകൾ വരും, ആളുകൾ വരും. അദ്ദേഹത്തിന് മരിച്ചു പോയതിന് ശേഷം അദ്ദേഹത്തിന് സഹായിച്ചിട്ട് വല്ല കാര്യമുണ്ട്? ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കേണ്ടത് കൊടുത്താൽ അവർക്കും അവരെ ആശ്രയിച്ച് കഴിയുന്ന കുടുംബത്തിനും. വയനാട് പോയി ആളുകൾ പോയി സഹായിക്കുന്നു, അതൊരു പബ്ലിസിറ്റി ഉദ്ദേശം. അതായത് ജനങ്ങൾ സഹായിക്കാൻ തയ്യാറാണ്, സഹായിക്കുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ദരിദ്രരായിട്ട് ഇങ്ങനെ കുറെ ആളുകൾ ഇങ്ങനെ ഇപ്പോഴും ജീവിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? എനിക്ക് മനസ്സിലായില്ല. ഞാൻ ചോദിച്ച മറുപടികൾ. അതായത് ഇപ്പോൾ അവിടെ ഈ പറയുന്നവരെ എത്ര കോടി എത്തിയിട്ടുണ്ടാവും അവിടെ വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക്. എനിക്ക് തോന്നുന്നത് അവിടെ ചെയ്തു കൊടുക്കാവുന്നതിൻ്റെ പുറമേ ചിലപ്പോൾ പൈസ എത്തിയിട്ടുണ്ടാവും. അതുപോലെ ഒരു സമാഹരണത്തിലൂടെ ഈ നമ്മുടെ നാട്ടിലുള്ള ഇതുപോലെ ഒരു നിവൃത്തിയില്ലാതെ ദരിദ്രരായി കിടക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കില്ലേ? അത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഒരു ദുരന്ത ഭൂമിയിലേക്ക് വരുന്ന, ദുരിതാശ്വാസത്തിലേക്ക് വരുന്ന പണവും സാധാരണ ജീവിതം ജീവിച്ച് വീടില്ലാതെ കഴിയുന്ന ഒരു ജനസമൂഹവും തമ്മിൽ എങ്ങനെ കമ്പയർ ചെയ്യാൻ? അതാണ് ഞാൻ പറഞ്ഞത്. എന്നെ സഹായിക്കണമെങ്കിൽ ഞാൻ ദുരന്തത്തിൽ പെടണം എന്നുള്ളൊരവസ്ഥയിലേക്കല്ലേ വരുന്നത്. അതിപ്പോ നമ്മുടെ രാജ്യത്ത് മാത്രമല്ലല്ലോ, എല്ലാ രാജ്യത്തും പാവപ്പെട്ടവനുണ്ട്, പണക്കാരനുണ്ട്, മിഡിൽ ക്ലാസ്സും ഉണ്ട്. അതിൽ പാവപ്പെട്ടവൻ എന്ന് പറയുന്നത് ചിലപ്പോൾ വീടില്ലാതെ വാടകയ്ക്ക് താമസിക്കുന്ന ഒരുത്തനായിരിക്കാം. എന്തായാലും നമ്മളുടെ കേരളത്തില് വീടില്ലാതെ കടത്തിലേൽ താമസിക്കുന്ന ഒരു ജനവിഭാഗം ഇല്ലല്ലോ. അങ്ങനെ ഉണ്ടോ? എനിക്ക് അറിയില്ല, അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. അങ്ങനെ ഒരു ജനവിഭാഗം ഉണ്ടോ എന്ന് ചോദിച്ചാണ്. ജോലി ചെയ്തും അല്ലെങ്കിൽ ബിസിനസ് ചെയ്ത് കഴിഞ്ഞ് അവർക്ക് കിട്ടുന്ന വരുമാനത്തിൽ വാടകയ്ക്ക് താമസിക്കുന്നവരുണ്ട്, സ്വന്തം വീട് വെച്ച് താമസിക്കുന്നവരുണ്ട്, കൊട്ടാരം പോലത്തെ വീടുകൾ വെച്ച് താമസിക്കുന്നവരുണ്ട്. അങ്ങനെ 3 തട്ടുകളായിട്ടാണ് കേരളത്തിലുള്ള ജനവിഭാഗം ഉള്ളത്. വെറുതെ പറമ്പിൽ ഷീറ്റ് വലിച്ചിട്ട് ജീവിക്കുന്ന ആളുകളുണ്ട്, അപ്പനും അമ്മയും മക്കളും. സ്വന്തം പറമ്പുണ്ടല്ലോ, പറമ്പ് അവർക്ക് പറമ്പ് സ്വന്തമായി ഇല്ലാത്തത് കൊണ്ടാണ് അവിടെ വീട് വെക്കാൻ സാധിക്കാത്തത്. അല്ലെങ്കിൽ ലൈഫിൽ കിട്ടുമല്ലോ. അതാണ് ഞാൻ ചോദിച്ചത് ചേട്ടനോട്. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് അതും ഈ വയനാട് നടന്ന അല്ലെങ്കിൽ വയനാട് സംഭവിച്ച ദുരന്തത്തിൽ സംഭവിച്ച ഈ ദുരിതാശ്വാസ നിധിയിലെ പണവും ഇതുമായിട്ട് എന്താണ് ബന്ധം? ഇല്ലില്ല, ഞാൻ ആ ദുരിതാശ്വാസ നിധിയിലേക്ക് വരുന്ന പണത്തിന്റെ ബന്ധമല്ല ഞാൻ പറയുന്നത്. പക്ഷേ അദ്ദേഹം ഇപ്പൊ ഈ പറഞ്ഞ ഈ കുടുംബത്തിലെ ആള് ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ അതെ അവരെ സഹായിക്കാനായിട്ട് ആളുകളുണ്ടാവും, വരും. അതായത് പബ്ലിസിറ്റി. കാരണം ഒരു വീട്ടിലൊരു ദുരന്തം നടന്നു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ഒരു നാട്, വയനാട് എന്ന് പറയുന്ന ഒരു നാട്ടില് ഒരു വലിയൊരു ദുരന്തം സംഭവിച്ചു കഴിയുമ്പോഴേക്കും നമ്മളത് സഹായഹസ്തമായിട്ട് ചെല്ലണം. അത് നമ്മുടെ കടമയാണ്, നമ്മുടെ ഗവൺമെന്റിന്റെ കടമയാണ്, നമ്മുടെ രാജ്യത്തിന്റെ കടമയാണ്, ഓരോ വ്യക്തികളുടെയും കടമയാണ് നമ്മളത് സഹായഹസ്തമായിട്ട് ചെല്ലുക എന്നുള്ളത്. പക്ഷെ ഈ ഒറ്റപ്പെട്ട സംഭവങ്ങളിൽ എല്ലാവർക്കും വീടില്ലാത്തവർക്ക് വീട് വെച്ച് നൽകണം എന്നുള്ള ഗവൺമെന്റിന്റെ ഗവൺമെന്റിന്റെ സ്കീമും കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് വേണ്ട രീതിയിൽ വിനിയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് വീട് കിട്ടും. ഒരു സംഘടനകളായിട്ടും അല്ല ഇപ്പൊ സർക്കാരിൽ നിന്ന് വീട് വെച്ച് കൊടുക്കുന്ന സ്കീമുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലഭിക്കേണ്ട ആളുകൾക്ക് ലഭിക്കേണ്ടത് തന്നെയാണ്. അത് തന്നെ പറഞ്ഞു, ഫോളോ ചെയ്യപ്പെടുന്നില്ലല്ലോ. അത് ജനങ്ങളുടെ കുഴപ്പമല്ലേ? ജനങ്ങളല്ലേ അത് ഫോളോ ചെയ്ത് പോകേണ്ടത്? ജനങ്ങളല്ല, ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളാണ് അത് എത്തിക്കേണ്ടവരുടെ അടുത്ത് എത്തിക്കേണ്ടത്. അതെങ്ങനെയാണ് അത്? എനിക്കിപ്പോ ഒരു സാധനം ആവശ്യമുണ്ട്, ആ സാധനം ആവശ്യമുള്ള കടയിൽ ഞാൻ കൃത്യമായിട്ട് പോയി മേടിച്ചാലേ എനിക്ക് അത് ലഭിക്കുള്ളൂ. അല്ല, എനിക്ക് ആ കടയിൽ പോയി വാങ്ങിക്കാൻ കാശില്ലെങ്കിൽ എന്ത് ചെയ്യും? അതായത് ഞാൻ പറഞ്ഞത് ഇപ്പോഴും നമ്മൾ തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ശരിയായിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതായത് എൻ്റെ പരിസരത്തുള്ള ഒരാൾക്ക് ഒരു വീടില്ല, അവന് പറമ്പില്ല, അവനെ സഹായിക്കാനായിട്ട് ഒരു നിവൃത്തിയുമില്ലാത്തൊരവസ്ഥ സംജാതമാകുന്നത് എങ്ങനെയാണ്? സഹായം നമ്മൾ ചോദിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. ഇപ്പോൾ എനിക്ക് വീട് വയ്ക്കണം എന്ന് പറയുമ്പോൾ അവൻ പറയുന്ന ലൈഫിൽ പെടുത്തണമെന്നുണ്ടെങ്കിൽ അവന് ഭൂമി വേണം, വേണ്ടേ? ഭൂമി പോലും ഇല്ലാത്ത എന്ത് ചെയ്യും? ഭൂമി പോലും ഇല്ലാത്ത ആൾ എന്ത് ചെയ്യും? അങ്ങനെ ഒന്നുമല്ല, ഒരുപാടുണ്ട്. നമ്മളത് കണ്ണു തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാണാൻ സാധിക്കും. നമ്മൾ പലരും പല വലിയ ഇതിലായിരുന്നു വിചാരിച്ചിരിക്കുന്ന സർക്കാർ വെച്ചിരിക്കുന്ന സ്കീമുകൾ എന്ന് പറഞ്ഞാൽ ഭൂമിയുള്ളവന് വീട് വെച്ച് കൊടുക്കാം. അപ്പൊ ഈ ഭൂമി ഇല്ലാത്തവന് എന്ത് ചെയ്യും? അതാണ് ഞാനും ചോദിക്കുന്നത്, അതെന്ത് ചെയ്യും? അപ്പൊ അതൊരു ഒറ്റപ്പെട്ട സംഭവം. അപ്പൊ ഈ വയനാട് ദുരന്തത്തിന്റെ കാര്യമാണ് ഞാൻ ചോദിച്ചത്. അവിടെ ആരെയാണ് ഉദ്ദേശിച്ചത്? അവിടെ ജനങ്ങളെയാണോ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ ജനപ്രതിനിധികളെയാണോ ഉദ്ദേശിച്ചത്? അവിടെ പോയിട്ട് നമുക്കൊരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ജനപ്രതിനിധികളെയാണോ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ സാധാരണ ജനങ്ങളെയാണോ ഉദ്ദേശിച്ചത്? സാധാരണ ജനങ്ങൾ അവിടെ കാണിച്ചു കൂട്ടിയ കാര്യങ്ങളൊക്കെ നമ്മൾ അവര് എത്ര ദിവസമായി അവരവിടെ കിടന്ന് കഷ്ടപ്പെടുന്നു ഇല്ലേ? ഓരോ വാളണ്ടിയർമാരും ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു അവിടെ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നതല്ലേ, പല അവശിഷ്ടങ്ങളും കിട്ടാനും
ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നു, തെരച്ചിൽ നടക്കുന്നു. അവർക്ക് വല്ല എന്തെങ്കിലും കിട്ടിയിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പൊ ശരിക്കും ജനപ്രതിനിധികളാണ് ഉദ്ദേശിച്ചത്. ജനങ്ങൾ എന്ന് പറയുന്നത് അവർ എവിടെയും ഓടിയെത്തുന്ന ഒരു സമൂഹമാണ്. അപ്പോൾ രണ്ടും കൂടി കണക്ട് ചെയ്ത് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. അവരെവിടെയും ഓടിയെത്തുന്ന, പക്ഷെ ഓടിയെത്താൻ ആളില്ലാത്ത സ്ഥിതിയിലേക്ക് നമ്മുടെ കേരളത്തെ എത്തിക്കാതിരിക്കാനായിട്ട്, അതായത് മുല്ലപ്പെരിയാർ പൊട്ടിയാൽ ഓടിയെത്താൻ ആരും ഉണ്ടാവില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പല്ലേ, ആ രീതിയിലേക്ക് എത്തിക്കാതിരിക്കാനായിട്ട് ഗവൺമെൻറ് ഒന്ന് പരിശ്രമിക്കുക എന്ന് മാത്രം പറയാനുള്ളൂ.